നമസ്കാരം. ന്യൂസ് മാഗസിൻ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പല വീഡിയോയുടെ താഴെയും പല കമൻറ്റുകളും നമ്മൾ കാണാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളുടെ പെൻഷൻ കുടിശ്ശികയെ സംബന്ധിച്ച് എന്നാണ്. കേന്ദ്ര സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ ലഭിക്കുക എന്നത് നമുക്കറിയാം. 200 രൂപ മുതൽ 500 രൂപ വരെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്കൊക്കെ ലഭിക്കുന്നത്. ഇത് വളരെ നാളായി കുടിശ്ശികയായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനെപ്പറ്റിയും നമ്മൾ അന്വേഷിച്ചിരുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോൾ 5 മാസത്തെ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ 2 മാസത്തെ ഇപ്പോൾ 2 ഘട്ടങ്ങളിലായി വിതരണം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളത്. നമുക്കറിയാം, എല്ലാ മാസവും ഇപ്പോൾ കൃത്യമായി തന്നെ പെൻഷൻ വിതരണം ചെയ്തു വരുന്നുണ്ട്. 1600 രൂപ വീതം 2024 മാർച്ച് മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കുടിശ്ശിക പല ഘട്ടങ്ങളിൽ, അതായത് നമ്മളുടെ വിശേഷ അവസരങ്ങളിലൊക്കെ വിതരണം ചെയ്തുകൊണ്ട് ഓരോ മാസത്തെ പെൻഷൻ കുടിശ്ശികയും ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 3 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണുള്ളത്. ഇതിൽ 1 മാസത്തെ പെൻഷൻ കുടിശ്ശിക വിഷുവിനോടനുബന്ധിച്ച് ഒരുപക്ഷെങ്കിൽ അടുത്ത മാസം തന്നെ വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, ഈസ്റ്ററും ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 3200 രൂപയായിരിക്കും അടുത്ത മാസത്തെ പെൻഷൻ വിതരണം എന്നാണ് അറിയുവാൻ കഴിയുന്നത്. 1 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൂടി വിതരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള 2 ഗഡു പെൻഷൻ, കുടിശ്ശികയുള്ള 2 ഗഡു പെൻഷൻ ഒപ്പം ഓണത്തിനും അതോടൊപ്പം തന്നെ നമ്മളുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് മുമ്പായി വിതരണം ചെയ്ത് തീർത്തുകൊണ്ടായിരിക്കും സർക്കാർ ഇപ്പോൾ വരുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ നേരിടുവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതത്തിൻ്റെ കുടിശ്ശികയും വിതരണം ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ വിതരണം ചെയ്യും എന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. 6 മാസത്തോളമായിട്ടുള്ള കുടിശ്ശികകൾ ഒരുമിച്ച് തന്നെയായിരിക്കും വിതരണം ചെയ്യാൻ പോവുക. നമുക്ക് അറിയാം, ഇത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും വരുന്നത്. നമ്മുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിച്ചേരും. ഉടൻ തന്നെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണുള്ളത്. നമ്മുടെ തിരഞ്ഞെടുപ്പിനൊക്കെ മുമ്പായി തന്നെ ഈ ഒരു തുക എത്തിച്ചേരാനാണ് സാധ്യത. ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ ഈ ഒരു കുടിശ്ശിക എത്തത്തുള്ളൂ എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇനിയും ആരെങ്കിലും അക്കൗണ്ട് നമ്പരുമായി അല്ലെങ്കിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്യുവാനുണ്ടെങ്കിൽ അത് വേഗത്തിൽ തന്നെ ചെയ്തു വെക്കുക. എങ്കിൽ മാത്രമേ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ വാങ്ങുന്ന ആളുകളും ഇത്തരത്തിൽ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത അക്കൗണ്ടുകൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് മാത്രമേ നമ്മളുടെ പെൻഷനും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ആനുകൂല്യങ്ങളൊക്കെ എത്തിച്ചേരുകയുള്ളൂ. ഈ മാസത്തെ പെൻഷൻ തുകയുടെ പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട്. 1600 രൂപ തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ അക്കൗണ്ടുകളിലും അതോടൊപ്പം തന്നെ കൈകളിലുമൊക്കെ എത്തിച്ചേരും. ഇനിയിപ്പോൾ അടുത്ത മാസത്തെയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ കുടിശ്ശികയും ഒക്കെ വിതരണം ചെയ്യുവാൻ പോകുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായി തന്നെ ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകും. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ പെൻഷൻ അറിയിപ്പുകൾക്കും അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യ വിതരണ അറിയിപ്പുകൾക്കുമൊക്കെ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്